നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. സാധാരണ ചിക്കൻ ഫ്രൈ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് എണ്ണ നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ വറുത്ത് കോരുവാണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ ഈ ചിക്കൻ ഫ്രൈ വറുത്ത് കോരുവല്ല ചെയ്യുന്നത്. വളരെ കുറച്ചെണ്ണ, അതായത് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമാണ് 1/2 കിലോ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ ഉപയോഗിച്ചത്. വളരെ ഈസിയും ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ ചിക്കൻ എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനി എനിക്ക് ആവശ്യം. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇനിയും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് തീർച്ചയായിട്ടും പരിഗണിക്കണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുകയും വേണം. 1 കിലോ ചിക്കൻ ലെഗാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത്. നമുക്ക് നോർമൽ ചിക്കനും ഫ്രൈ ചെയ്യാൻ വേണ്ടി 1 കിലോ വലിയ വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അത് നമ്മുടെ പേഴ്സണൽ ഇഷ്ടമാണ് ഏത് ടൈപ്പ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം എന്നുള്ളത്. 1 കിലോ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. നിങ്ങൾ 1/2 കിലോ മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസിൻ്റെ പകുതി എടുത്താൽ മതിയാകും. മീഡിയം വലിപ്പത്തിലുള്ള ഒരു 14 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ചെറിയ ഉള്ളിയാണ്. അത് ഒരു 12 മുതൽ 14 മീഡിയം പീസസ് നമുക്ക് 1 കിലോ ചിക്കന് വേണ്ടി യൂസ് ചെയ്യാം. ഇത് 1.5 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയാണ്. അത് ഞാൻ ചെറുതായിട്ട് ഞുറുക്കിയിട്ടൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നല്ല ഒരു പിടി കറിവേപ്പിലയാണ്. എരിവിന് വേണ്ടി നമ്മൾ ആദ്യം ചേർക്കുന്നത് കുരുമുളകാണ്. പൊടിക്കാത്ത കുരുമുളക് 2 ടീസ്പൂണാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പെരിഞ്ജീരകം 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ഇടുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം, പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. നല്ല ജീരകമാണ് ചേർത്തത്, നല്ലൊരു മണം ചിക്കന് തരും. ഇത് ഗ്രാമ്പുവാണ്, ഒരു 10 പീസ് ഗ്രാമ്പു ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കറുവപ്പട്ടയാണ്. ഒരു 4-5 പീസ് 1.5 ഇഞ്ചുള്ളത് ചേർത്ത് കൊടുക്കാം. ഇത് ഏലയ്ക്ക ഒരു വലിയ നല്ല 5 പീസ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്, 2 ടീസ്പൂൺ. ഇപ്പം ഞാൻ സാധാരണ എരിവുള്ള 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർത്തത്. ഇത് മല്ലിപ്പൊടി, അതും 2 ടീസ്പൂൺ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ 1 ചേർത്തു. ഇനി 1 ടീസ്പൂണും കൂടെ നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള നാരങ്ങ നീര് കൂടി ഇതിലേക്ക് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. അതിനുശേഷം നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്ന മസാലയാണ്. അപ്പോൾ അധികം വെള്ളമായി ഒന്നും ഇതിലില്ലാത്തതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ വരെ ആകാം. നമുക്കൊരു കുറച്ച് വെള്ളം, ഒരുപാട് ഒഴിക്കരുത്. അപ്പോൾ കുറച്ചും കൂടെ ഫൈൻ പേസ്റ്റായിട്ട് ഇത് അരഞ്ഞു കിട്ടും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ലെഗ് പീസാണ്. ഇതിലേക്ക് നമ്മളിനി അരച്ചെടുത്ത മസാലയാണ് ചേർക്കുന്നത്. ഈ മസാല ചിക്കനിലേക്ക് നല്ലതുപോലെ നമുക്കൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം. ഒരു 2 മണിക്കൂർ നമ്മളിത് മാറ്റി വെക്കണം. എന്നാൽ മാത്രമേ ചിക്കനിലേക്ക് നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ചു വരത്തുള്ളൂ. 2 മണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചിക്കൻ മാത്രമേ ഫ്രൈ ചെയ്യുന്നുള്ളൂ. 1 കിലോ ചിക്കനാണ് നിങ്ങൾ ഫ്രൈ ചെയ്യുന്നതെങ്കിൽ 4 ടേബിൾ സ്പൂൺ എടുക്കാം. ഞാൻ പകുതി മാത്രമേ ലെഗ് അതിൽ നിന്ന് എടുത്തുള്ളൂ. നമ്മൾ ഒഴിച്ചു കൊടുത്ത ഓയിലിലേക്ക് ചിക്കൻ പീസ് ഇട്ടതിന് ശേഷം അതൊന്ന് നല്ലതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത എണ്ണ ഈ ചിക്കനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പിടിച്ച് കിട്ടും. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് നമ്മൾ കുക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു 8 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. അപ്പം കുറച്ചും കൂടെ നമ്മൾ ഈ ചിക്കനിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട് ഇത്. അതിനുശേഷം വീണ്ടും ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ചിക്കൻ പീസസ് ഒക്കെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഒക്കെ മതിയാവും. വീണ്ടും നമ്മളിതൊന്ന് കുക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് തുറന്ന് വെച്ചിട്ട് കുറച്ച് ഫ്ലെയിം നമുക്ക് കൂട്ടിക്കൊടുക്കാം. ഇതിൻ്റെ അകത്തുള്ള ഫുൾ വെള്ളം നമ്മൾ ഇനി അങ്ങ് വറ്റിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് ഒക്കെ മതിയാവും. അപ്പോഴത്തേക്ക് ഇതിൽ നിന്നുള്ള ആ ചാറ് മുഴുവൻ ഇതിലേക്ക് ഇങ്ങനെ പിടിച്ച് കിട്ടും നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ചേർക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. പകരം നിങ്ങൾ ആദ്യം നമ്മൾ ചേർത്ത അതേ ഓയിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയാണ് ബട്ടർ ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ബട്ടറൊക്കെ ഉരുകി ചിക്കനിലേക്ക് ഫുള്ള് പിടിച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. നല്ലൊരു മണം ഇപ്പം തന്നെ വന്നു തുടങ്ങി. ബട്ടറൊക്കെ ഇങ്ങനെ ഉരുകിയിട്ട് ഇനി ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള 1 പിടി കറിവേപ്പിലയും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇത് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഇത് ഞാനൊന്ന് ഒരു 3 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെക്കും. അപ്പോൾ പെട്ടെന്ന് ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ 3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫുൾ എണ്ണയൊക്കെ നമ്മുടെ ചിക്കനിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇനി ജസ്റ്റ് ഇതൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. ചിക്കൻ നമുക്ക് ഒന്നും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചെറുതായി ഒന്നും കൂടെ തിരിച്ചും മറിച്ചും ഒക്കെ ഇടുമ്പം നല്ലതുപോലെ നമ്മുടെ ചിക്കൻ അങ്ങ് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇപ്പം നമ്മുടെ ചിക്കൻ നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ എണ്ണയൊക്കെ ഉപയോഗിച്ച് ഫ്രൈ ചെയ്ത് കോരുന്ന അതുപോലെയുള്ള ചിക്കൻ തന്നെയാണിത്. ഒരു ടേസ്റ്റ് വ്യത്യാസമോ ഒന്നുമില്ല. വെറും 3 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തത്. വളരെ ഹെൽത്തി വേർഷനും കൂടിയാണിത്. നിങ്ങളപ്പോൾ എല്ലാവരും ഈ ടൈപ്പിലൊന്ന് ചിക്കൻ ഫ്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് വന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.